നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ 1699 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 1686 പേർ കൂടി രോഗമുക്തരായപ്പോൾ 2 കോവിഡ് മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു. 1,79,453 പരിശോധനകൾ കൂടി നടത്തിയതിൽ നിന്നാണ് പുതിയ കോവിഡ് കേസുകൾ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 5,27,266 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 5,07,706 പേരും ഇതിനോടകം രോഗമുക്തരായിട്ടുണ്ട്. ആകെ 1,598 കോവിഡ് മരണങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,246 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 2,79,085 ആയി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.08% കുറഞ്ഞു. വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായിരുന്ന 11 പേർ മരണമടഞ്ഞതോടെ രാജ്യത്ത് ആകെ മരിച്ചവരുടെ എണ്ണം 1,601 ആയി. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 94.09%. 1,213 പേരാണ് ഇന്ന് കോവിഡ് മുക്തരായത്. ഇതോടെ രാജ്യത്ത് ആകെ 2,62,582 കോവിഡ് മുക്തരായി. 99 പുതിയ കോവിഡ് കേസുകളും 1,005 രോഗമുക്തിയുമാണ് ചൊവ്വാഴ്ച സൗദിയിൽ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7,000 കടന്നു. ഒരു മലയാളിയുടേത് ഉൾപ്പെടെ 14 പേരുടെ മരണവും ചൊവ്വാഴ്ച സ്ഥിരീകരിച്ചു. ഡിസംബർ 4-ന് ശേഷം ആദ്യമായാണ് മരണസംഖ്യ 14 ഉയർന്നത്. ഇതുൾപ്പെടെ ഇതുവരെ സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7,006 ഉയർന്നു. 4,24,300 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 4,04,707 പേർക്കും കോവിഡ് ഭേദമായി. ഗുരുതരാവസ്ഥയിലുള്ളവരുടെ എണ്ണത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. 1,356 കുറഞ്ഞു. വിവിധ ആശുപത്രികളിലും ചികിത്സയിലുള്ളവരുടെ എണ്ണം കുറഞ്ഞ് 9,587 ആയിട്ടുണ്ട്. ലോകത്ത് നിലനിൽക്കുന്ന വാക്സിൻ ക്ഷാമത്തെ തുടർന്ന് പ്രതീക്ഷിച്ചത്ര വാക്സിൻ ഡോസുകൾ എത്താതായതോടെ കുവൈറ്റിൽ പ്രതിസന്ധി തുടരുന്നു. 1-ാം ഡോസ് എടുത്തവർക്ക് നിശ്ചിത ഇടവേള കഴിഞ്ഞിട്ടും 2-ാം ഡോസ് എടുക്കാനാവാത്ത സ്ഥിതിയിലാണ് അധികൃതർ ഇപ്പോൾ. ഇതോടെ കുവൈറ്റിൽ നല്ല രീതിയിൽ പുരോഗമിക്കുകയായിരുന്ന വാക്സിനേഷൻ ക്യാമ്പയിൻ പ്രതിസന്ധിയിലായി. ഇതോടെ പ്രശ്നപരിഹാരത്തിന് മറ്റു മാർഗങ്ങൾ അന്വേഷിക്കുകയാണ് കുവൈറ്റ് അധികൃതർ. കോവിഡ് വ്യാപനം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് നേരത്തെ മുതൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വിലക്ക് മെയ് 14-ന് അവസാനിക്കാനിരിക്കെയാണ് അനിശ്ചിതകാലത്തേക്ക് വിലക്ക് വീണ്ടും നീട്ടിയിരിക്കുന്നത്. ഇന്ത്യയിലെ കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഏപ്രിൽ 24-ന് അർദ്ധരാത്രി മുതൽ UAE ദേശീയ ദുരന്ത നിവാരണ വകുപ്പും വ്യോമയാന വകുപ്പും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ 14 ദിവസം ഇന്ത്യയിൽ തങ്ങിയവർക്കും ഇതുവഴി ട്രാൻസിറ്റ് യാത്ര ചെയ്തവർക്കും UAE-യിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. എന്നാൽ UAE-യിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് മെയ് 14-ന് അവസാനിക്കാനിരിക്കെയാണ് അനിശ്ചിതകാലത്തേക്ക് നീട്ടിയിരിക്കുന്നത്. ഇന്ത്യയിലെ കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഏപ്രിൽ 24-ന് അർദ്ധരാത്രി മുതൽ UAE ദേശീയ ദുരന്ത നിവാരണ വകുപ്പും വ്യോമയാന വകുപ്പും പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ 14 ദിവസം ഇന്ത്യയിൽ തങ്ങിയവർക്കും ഇതുവഴി ട്രാൻസിറ്റ് യാത്ര ചെയ്തവർക്കും UAE-യിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. എന്നാൽ UAE-യിലുള്ളവർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ കാർഗോ വിമാനങ്ങൾക്കും ഇത് ബാധകമല്ല. സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനകീയമാണ് വാട്സാപ്പ്. എല്ലാവരും ഉപയോഗിക്കുന്ന ജനപ്രിയ മാധ്യമം കൂടിയാകുന്നു ഫേസ്ബുക്കിന്റെ ഈ പ്ലാറ്റ്ഫോം. നിരവധി ആളുകൾ തങ്ങളുടെ പ്രധാനപ്പെട്ട രേഖകൾ, ഫോട്ടോകൾ, മറ്റു വിവരങ്ങൾ എന്നിവ അയക്കാൻ വാട്സാപ്പ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇതിനാൽ ഉപഭോക്താക്കൾ തങ്ങളുടെ അക്കൗണ്ട് ഹാക്കിംഗുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കണമെന്നും കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്നും കമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി അറിയിക്കുകയുണ്ടായി. കോവിഡ് പ്രതിസന്ധിയിൽ ഇന്ത്യക്ക് കൈത്താങ്ങാകാൻ 300 ടൺ സഹായ വസ്തുക്കളുമായി ഖത്തർ എയർവേസിന്റെ 3 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് പറന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മെഡിക്കൽ ഉപകരണങ്ങളും മറ്റുമായി മുംബൈ, ബംഗളൂരു, ദില്ലി എന്നിവിടങ്ങളിലേക്കാണ് വിമാനങ്ങൾ പറന്നത്. PPE കിറ്റുകൾ, ഓക്സിജൻ കണ്ടെയ്നറുകൾ, മറ്റ് അവശ്യ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയും വ്യക്തികളും കമ്പനികളും സംഭാവന ചെയ്ത ധനസഹായവും ഉൾപ്പെടെയാണ് ദോഹയിൽ നിന്ന് പുറപ്പെട്ടത്. 100 ടൺ വീതമാണ് 3 നഗരങ്ങളിലേക്ക് എത്തിക്കുക. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറിയ പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് പാലിക്കേണ്ട നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. കുടുംബ സന്ദർശനങ്ങളോ സൗഹൃദ സന്ദർശനങ്ങളോ പാടില്ലെന്നും വീടുകളിലോ പുറത്തോ ഒരു രീതിയിലുള്ള ഒത്തുചേരലുകൾക്കും അവസരമൊരുക്കരുതെന്നും അതോറിറ്റി വ്യക്തമാക്കി. UAE-യിൽ മാസപ്പിറവി അനുസരിച്ച് മെയ് 12-നോ 13-നോ ആയിരിക്കും ഈദുൽ ഫിത്തർ. ഈദ് ദിനത്തിലും തലേന്നുമുള്ള ആശംസകൾ അറിയിക്കൽ നേരിട്ട് വേണ്ട. പകരം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഓൺലൈനായി സന്ദേശങ്ങൾ കൈമാറണം. കുടുംബക്കാരും അയൽവാസികളും പെരുന്നാൾ സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്ന പതിവ് രീതി ഇത്തവണ പാടില്ല. ഒമാന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നോർത്ത് അൽബാത്തിന ഗവർണറേറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും
വീടുകളുടെ ഭാഗങ്ങൾ തകരുകയും ചെയ്തു. വാദികൾ നിറഞ്ഞൊഴുകി. നിരവധി വാഹനങ്ങൾ തകരാറിലാവുകയും ചെയ്തു. വസ്തുവകകൾക്കും മത്സ്യത്തൊഴിലാളികളുടെ ഉപകരണങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ചൊവ്വാഴ്ച പ്രാദേശിക സമയം രാത്രി 7:30ഓടെയാണ് നോർത്ത് അൽബാത്തിനയിൽ മഴ തുടങ്ങിയത്. ശക്തമായ കാറ്റും ആലിപ്പഴ വർഷവും ഉണ്ടായി. ഷിനാസ്, ലിവ, സോഹാർ, സഹം എന്നിവിടങ്ങളിലാണ് കൂടുതലായി മഴ ലഭിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.